ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ദുബായ് ചായ ഉണ്ടാക്കി തരാം. ദുബായ് ചായ തന്നെ കുടിച്ചാൽ മതി. എനിക്കിത് ഓട്ടം ഉണ്ട്, രാത്രി കാണാം. ഒരു ഞായറാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ റെസ്റ്റ് ആയിരുന്നു. മാൻസി ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാന്നല്ലോ, എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ. അല്ല, നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറമേ ഫുഡ് എന്തെങ്കിലും മേടിപ്പിച്ചേനെ. ഇല്ല സാറില്ല, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് ചെറിയൊരു ഹൗസ് പാർട്ടി ആയിരുന്നു. കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അത് നെക്സ്റ്റ് വീക്ക് അങ്കിൾ ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ. ഓ, എന്നാ പിന്നെ നിങ്ങൾ ഞാൻ അങ്ങോട്ട്. അല്ല, ഞങ്ങൾ ഇറങ്ങും അങ്കിൾ. ആണോ? ലേറ്റ് ആയിരുന്നു. ബൈ ബൈ ബൈ. എന്റെ ബാഗ് ഒന്ന് എടുക്കണേ. ബൈ ബൈ ബൈ. ഇത് ഞാൻ എടുക്കട്ടെ. ഓക്കെ ബൈ. അപ്പൊ എത്തിയിട്ട് വിളിക്കാം. ബൈ അങ്കിളെ. അങ്കിൾ ബൈ. കമ്പൈൻ സ്റ്റഡിയും ഫ്രണ്ട്സിന്റെ വീട്ടിലുള്ള കൂടുതലൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ പതിവാ. നന്ദേട്ടൻ അതിന് പാനിക്കാവുന്ന എന്തിനാ? പാനിക്കാവണതല്ല, എങ്കിലും ഈ ആൺകുട്ടികളുമായിട്ട് ആവശ്യത്തിൽ കൂടുതലുള്ളൊരു ഇന്റിമസി അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെക്കാൾ ഫോർവേഡായി ചിന്തിക്കുന്നവരാ. അവരത്രയ്ക്ക് ഫ്രീ ആയി പെരുമാറുന്നത് അവരുടെ മനസ്സിൽ കള്ളത്തരമില്ലാത്തത് കൊണ്ടാ. അതെ, കണ്ടിന്യൂസ് ആയി മിസ് കോൾ കണ്ടപ്പോൾ ഞാനാകെ അങ്ങ് പേടിച്ചു. ഇവിടെ പാക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു. സേവിയർ അങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നു. ഓ, ഓഫീസിൽ നിന്ന് ഞാൻ എത്തുമ്പോഴേക്കും ആൻറ്റി ഡിന്നറൊക്കെ ഉണ്ടാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഗസ്റ്റായിട്ട് താമസിക്കുന്ന പോലെ. കറക്റ്റ് ടൈമിൽ ഫാത്തിമയുടെ റൂംമേറ്റ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഞാൻ ബാഗും പെട്ടിയെടുത്ത് നേരെ ഇങ്ങ് പോന്നു. എത്തി ഒന്ന് സെറ്റിലായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാ. സത്യത്തിൽ തിരക്കൊക്കെ മടുത്തു നന്ദേട്ടാ. വീട് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു. പക്ഷേ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും പേരൻസിൻ്റെ ഒരു കണ്ണ് വേണം. ഇതെന്തിനാച്ചാ പെട്ടെന്ന് ഇവിടെ CCTV ഒക്കെ വെക്കുന്ന? സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ അപ്പൂ. അന്ന് കള്ളം കയറിയ ദിവസം ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അച്ഛന് ദുബായിൽ ഇരുന്നുകൊണ്ട് അത് മൊബൈലിൽ കാണായിരുന്നു. ഓ പിന്നെ പാതിരാത്രിക്ക് ഉറക്കം ഒഴിച്ച് അച്ഛൻ ഇത് നോക്കിയിരിക്കുകയാണല്ലോ. ഇനി അഥവാ കണ്ടാൽ തന്നെ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാ? അച്ഛൻ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അച്ഛൻ ഫാക്ടറിയിൽ ഇരുന്നുകൊണ്ട് കാണും. രാമേട്ടാ, ഓ, ഈ ബില്ലിലുള്ളതൊക്കെ കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് മുഴുവനും കയറ്റിയിട്ടുണ്ട്. ഓ, എന്നിട്ട് വന്നേ. आपकी बेटी है? हाँ, बहुत सुंदर है. അതിന് अल्ला अच्छन को इतना सौंदर्य है तो मोളും सुंदरी होगी. പണിയെടുക്കട്ടെ പണിയെടുക്കട്ടെ. ഓടാ. വളവ് വരുമ്പോൾ ഇൻഡിക്കേറ്റർ കേട്ടാ. ഇതിനാണ് മോളെയും കൊണ്ട് ഐസ്ക്രീം മേടിക്കാൻ പോക്കല്ലേ? അച്ഛന് വല്ല ബോധമുണ്ടോ? പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചാറേ പേരൻസിനാണ്ട് പിടിച്ച് അകത്തിടുക. അവള് നന്നായിട്ട് വണ്ടി ഓടിക്കണ്ടാ. നിന്നോട് ലൈസൻസ് കിട്ടുന്നവർ വണ്ടി എടുക്കാൻ പാടില്ല നമ്മ പറഞ്ഞിട്ടില്ലേ? ഒരു സാധനം പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് എന്തത്ര വലിയ വാശി. മോളിങ്ങോട്ട് പോരെ, അമ്മമ്മ നല്ല പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കൂടി കൊഞ്ചിച്ച അവളെ വഷളാക്കിയത്. നീ ഒന്നും മിണ്ടാതിരിക്കുക, അതിലൂടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വയസ്സായ അച്ഛനെ വെച്ചോണ്ടല്ലേ അവള് വണ്ടി ഓടിച്ചത്. എവിടെയെങ്കിലും പോയി തട്ടുവോ മറിയോ ചെയ്തിരുന്നെങ്കിൽ ആരാ സമാനം പറയാ? എടി അവിടെ നിൽക്കാൻ. അപ്പോ മോളെ, അപ്പോ ദേ നിന്റെ ഐസ്ക്രീം പോയി വിളിച്ചോണ്ടാ. ഞാൻ നടന്നു പോയിക്കോളാം. കേറാനല്ലേ പറഞ്ഞത്?
ഒന്ന് സോഫ്റ്റായിട്ട് ചെയ്യണ്ട അപ്പു. ഈ ടീനേജ് എന്ന് പറയുന്നതേ നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടുന്ന പ്രായമാണ്. അനാവശ്യമായിട്ടുള്ള വാശിയും അനുസരണക്കേടൊക്കെ ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നീട് നിനക്ക് പോലും നിന്നെ തിരുത്താൻ പറ്റാണ്ടാവും. അച്ഛനോട് വരുന്നവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഓ, അപ്പൊ എന്റെയാണോ കുഴപ്പം? ആയിരിക്കും. 14 കൊല്ലമായിട്ട് അച്ഛൻ തരാതെ വെച്ചിരുന്ന അടിയൊക്കെ എന്റെ മോള് ഹോൾസെയിലായിട്ട് മേടിക്കുന്ന തോന്നുന്നു. എനിക്കിന്ന് ഫുഡ് വേണ്ട. ഗുഡ് നൈറ്റ്. അപ്പോ ലഞ്ച് ബോക്സ് എടുത്തില്ല. ഈ വീക്കെൻഡിൽ വീട്ടിലൊന്ന് പോയി വരാമെന്ന് വിചാരിക്കാം. മൺഡേ ലീവ് കിട്ടിയിരുന്നെങ്കിൽ. മൺഡേ മാത്രമല്ല, ഈ സാറ്റർഡേ സൺഡേയും ആർക്കും ലീവില്ല. റിലീഫ് ക്യാമ്പിൽ ഡ്യൂട്ടി ഉണ്ടല്ലോ അവർക്കും. മോളെ വിട്ട് ഇത്രയും ദിവസം ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. അതുകൊണ്ടാ സാർ. എന്നാൽ പിന്നെ മോളെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ജോലിക്ക് വന്നത്? ഈ ഓഫീസ് ഒരു എമർജൻസി സെന്റർ കൂടിയാണ്. അത് ഓർത്താ കൊള്ളാം. ഒരു തഹസീൽദാരുടെ ഒപ്പൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് സാർ. ഇനി കമ്പനിയിലേക്ക് തിരിച്ചു പോകണ്ട. വണ്ടി വീട്ടിലിട്ടിട്ട് രാവിലെ കൊണ്ടുവന്നാൽ മതി. ഡാമേറ്റിനോട് ഞാൻ പറഞ്ഞോളാം. ഇത് ലൈറ്റ് ഒന്നും ഇടാത്ത. അപ്പോ അപ്പോ ഇന്നിവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. തന്നെയല്ല, നന്ദൻ വൈകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങോട്ട് പോയില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ലേ? ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ കാണും. അല്ല, കാണും. ലോറൻസ് വരുമ്പോ പറഞ്ഞാൽ മതി. ഞങ്ങളെല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് നിൻ്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞു റിയാക്ട് ചെയ്യണം. അന്നത്തെ കമ്മീഷണറും MLA ഒക്കെ അപ്പച്ചൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ അന്ന് അപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? അവളെ വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അതാണ് മോളെ ഈ കുടുംബത്തിൻ്റെ കൾച്ചർ.